മനുജ, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കാൻ ശശി തരൂർ അടങ്ങുന്ന സംഘം വീണ്ടും വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യ, ഗ്രീസ്, അതുപോലെ തന്നെ UK എന്ന രാജ്യങ്ങളിലേക്കാണ് ഈ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോകാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വീണ്ടും ശശി തരൂർ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഈ വിവിധ രാജ്യങ്ങളിലേക്ക് വിശദീകരിക്കാൻ പോകുന്നു എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് BJP-യിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ശശി തരൂരിന് വലിയൊരു പരിഗണനയാണ് കിട്ടുന്നത്. അത് ഒരിക്കലും കോൺഗ്രസ്സുകാർ ശശി തരൂരിന് നൽകുന്നില്ല. ഇന്ത്യയെ പറ്റി വിശദീകരിക്കാൻ ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ശശി തരൂരാണെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇവരെ പാടെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇപ്പോൾ നോക്കൂ, അമേരിക്ക അസീം മുനീറിനെ വിളിച്ച് വിരുന്നു കൊടുത്ത ഈ ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് ഇന്ത്യ ഈ വിഷയങ്ങളെ കാണുന്നത്. ഇപ്പോൾ റഷ്യ, ഗ്രീസ്, UK എന്ന 3 രാജ്യങ്ങളെടുത്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഗ്രീസിലേക്ക് വരാം. ഗ്രീസിലേക്ക് ഈ ദൗത്യ സംഘത്തെ അയക്കേണ്ടുന്ന ഈ ഒരു സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഗ്രീസ് തുർക്കിയുടെ ശത്രുക്കളാണ്. അതുപോലെ തന്നെ തുർക്കിയുമായി ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അപ്പോൾ തുർക്കിക്ക് ഒരു താക്കീത് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ അവസരത്തിൽ ഗ്രീസിലേക്ക് കൂടി ഈ സംഘത്തെ അയക്കുന്നത്. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിവിധ രാജ്യങ്ങളിൽ പോയി വിശദീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ശശി തരൂരിന് ഇൻവിറ്റേഷൻ വന്ന സമയത്ത് ഒരിക്കലും കോൺഗ്രസ് ശശി തരൂരിനെ അയക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റ് 3 പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇവരെ അയക്കൂ എന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു ഇൻവിറ്റേഷൻ തന്നപ്പോൾ അത് ഞാൻ അഭിമാനത്തോടു കൂടി സ്വീകരിക്കുന്നു, രാഷ്ട്രമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടാണ് ശശി തരൂർ ഈ ദൗത്യത്തിന്റെ ഭാഗമാവുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 2ാം ദൗത്യത്തിൽ ശശി തരൂർ പോകുന്നതിനെ മനുജ വീക്ഷിക്കുന്നത്? നോക്കൂ, ഇതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഒന്നുള്ളത്, ശശി തരൂർ അടുത്ത ദൗത്യത്തിനായി പോകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ ഏറ്റവും അധികം പടലപ്പിണക്കങ്ങൾ രൂപീകരിക്കപ്പെടുന്ന സമയത്താണ്. ഇന്നലെ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ആളുകൾ ശശി തരൂരിനെ ഏറ്റവും മോശമായ ഭാഷയിൽ വിമർശിക്കുന്നത് കണ്ടു. KPCCയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നിലമ്പൂരിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഇൻവിറ്റേഷൻ ലഭിച്ചതായി ശശി തരൂർ ഉറപ്പിക്കുന്നുമില്ല. ഈ ഘട്ടത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്, ഇതെന്താ കല്യാണ വീടാണോ ക്ഷണിച്ചിട്ട് കയറി പോകാൻ എന്നും, ശശി തരൂർ തല പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയും ഉടൽ മാത്രമാണ് കോൺഗ്രസിനെന്ന രീതിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ചീപ്പ് കേരള പൊളിറ്റിക്സ് ഒക്കെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. ആ ഒരു പടലപ്പിണക്കങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ശശി തരൂർ ഇന്നലെ നമുക്കറിയാം കോൺഗ്രസിന്റെ അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ രാഹുൽ ഗാന്ധിയും ഒക്കെ കാണുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് സമയം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഖാർഗെയെ കാണണം, രാഹുൽ ഗാന്ധിയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരതിന് സമയം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശശി തരൂരിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒഴിവാക്കുക, തൽക്കാലം നിശബ്ദമായിരിക്കുക. കാരണം ശശി തരൂരിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് വീണ്ടും കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന പൂർണ്ണമായ ഉറപ്പ് ഇവർക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കേരള ഘടകത്തിലായിക്കൊള്ളട്ടെ, ഇന്ത്യ തലത്തിൽ, അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ എല്ലാ മേഖലകളിലും ശശി തരൂരിനെതിരായ ഒരു വികാരമുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും മോദിക്കൊരു മൈലേജ്, അല്ലെങ്കിൽ NDA സർക്കാർ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം എടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അതേ എക്സ്റ്റൻഷനിലുള്ള ഓൾ പാർട്ടി ഡെലിഗേഷൻ, സർവകക്ഷി സംഘവുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സിലും ശശി തരൂരിൻ്റെ പൂർണ്ണമായി ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു ഭാരതീയനാണ്, ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, എൻ്റെ രാഷ്ട്രം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ചെയ്യുകയാണെന്ന് പറഞ്ഞു പോകുന്ന ശശി തരൂർ യഥാർത്ഥത്തിൽ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി അത് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മോദി സർക്കാരിനാണ് എന്നുള്ളൊരു തീർച്ചയായിട്ടുമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ ആരാണ് മോദിയെ അല്ലെങ്കിൽ ആരാണ് നിലവിലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്? ആരും വിമർശിക്കാൻ തയ്യാറല്ല. അപ്പോൾ എല്ലാത്തിനും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അതാണ് മനോഹരമായ പൊളിറ്റിക്സ് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചോളം ശശി തരൂരിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക വലുപ്പത്തിലേക്ക് അവർ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിലും ഇന്ത്യയിലും എമ്പാടുമുള്ള കോൺഗ്രസിൻ്റെ ഈ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കുത്തുതിരിപ്പുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ശശി തരൂർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയെ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് സത്യത്തിൽ നോക്കൂ ആഷിഖ്, നിലമ്പൂർ പോലെ ഒരു കേരളം പോലെയുള്ള സംസ്ഥാനത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്
വിളിക്കാത്ത ശശി തരൂരിനെ കുറിച്ച് ഇവരിവിടെ സംസാരിക്കുമ്പോൾ ശശി തരൂർ വിസ എടുത്ത് ബായും ബാങ്ക് ചെയ്ത് റഷ്യക്ക് പോയി. ഹീസ് റെപ്രസെൻറ്റിങ് ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ, ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള ജനങ്ങളുള്ളൊരു രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചാണ് നിർണായകമായ നയതന്ത്ര ചർച്ചയ്ക്ക് പോകുന്നത്. പ്രത്യേകിച്ച് റഷ്യ, നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ വാർ അതിൻ്റെ എസ്കലേഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മാത്രമല്ല റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, ഇന്ത്യക്ക് രണ്ട് രാഷ്ട്രങ്ങളോടും പൂർണ്ണമായ അർത്ഥത്തിൽ, ഇറാനോടും ഇസ്രായേലിനോടും പൂർണ്ണമായ അർത്ഥത്തിൽ ഉള്ള പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല അമേരിക്ക ഈ വിഷയത്തിൽ അടക്കം എടുത്തിട്ടുള്ള കുറച്ചധികം നിലപാടുകളുണ്ട്. അമേരിക്ക ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, ആഫ്റ്റർ ഓൾ ട്രംപെങ്കിലും ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്ത് സുഖിപ്പിച്ചിട്ട് പാകിസ്ഥാൻ്റെ എയർഫീൽഡുകൾ ഞങ്ങൾക്ക് വേണം, എയർബേസുകൾ ഞങ്ങൾക്ക് വേണം, അതിന് പകരമായ അത്യാധുനിക ആയുധങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന എന്താ പറയുക ട്രംപിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ, അല്ലെങ്കിൽ നോക്കൂ ആരോടാണ് ഡൊണാൾഡ് ട്രംപ് മര്യാദയ്ക്ക് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നയതന്ത്ര ബന്ധത്തിലെ പരാജയമാണെന്ന് കോൺഗ്രസ് ഇവിടെ പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അസീമുറിനെ വിളിച്ചപ്പം തരൂർ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അതുപോലെ എന്താ പറയുക വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടത്തി അൽഖ്വയ്ദനെ, ഒസാമ ബിൻ ലാദനെ നിങ്ങൾ മറന്നുപോയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് അമേരിക്കയിൽ 3000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണത്തിൻ്റെ ബേസ് എവിടെ നിന്നാണ് വരുന്നത്? പാകിസ്ഥാനിലെ അബോത്താബാദിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ സേന കൊല്ലുന്നത്. അപ്പോൾ അയാൾക്കൊരു താവളം ഒരുക്കി കൊടുക്കുന്ന പാകിസ്ഥാനെയാണ് വീണ്ടും ട്രംപ് എന്ത് കൊടുക്കുന്നത്, പൂവും പൂക്കളും ഇട്ട് സ്വീകരിക്കുന്നത്. ആ സമയത്തും കൃത്യമായി ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ശശി തരൂർ ഇനി കോൺഗ്രസിൽ നിന്ന് പോയാൽ തന്നെ ഞാൻ പറയുന്നത് ഇത് ശശി തരൂർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ്. കോൺഗ്രസ് അവർക്കൊരു ഇന്റർനാഷണൽ നേതാവിനെ കിട്ടിയപ്പോൾ അവർ പാടെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഇപ്പോൾ മോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ ഒരു ഉത്തരമില്ല. ആ ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ശശി തരൂരിനെ പ്ലേസ് ചെയ്യാം. കാരണം ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന നേതാവായിട്ടാണ് ശശി തരൂർ വളരുന്നത്. അത് ഉപയോഗിക്കുന്നത് BJP ആണെന്ന് മാത്രം. BJPയും കേന്ദ്ര സർക്കാരും കൃത്യമായി അവരുടെ പോസ്റ്റിലേക്ക് ഗോൾ വീഴുന്ന രീതിയിൽ ശശി തരൂരിനെ ഉപയോഗിക്കുന്നു. പക്ഷേ കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിന് വേണമായിരുന്നെങ്കിൽ ശശി തരൂർ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വലിയ സ്വീകരണം കൊടുക്കാമായിരുന്നു. ഇവിടെ ഇന്ത്യയെ പറ്റി സംസാരിക്കാൻ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചൂസ് ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു നേതാവാണെന്ന് പറഞ്ഞ് അതെ അവർക്കത് സ്വീകരിക്കാമായിരുന്നു, അവർക്കത് നേട്ടമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഈ കേരളത്തിൽ പോലും ശശി തരൂരിനെ അവഗണിക്കുന്നത് വളരെ മോശമാണ്. ഇപ്പോ രണ്ടാം ദൗത്യത്തിന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരുപാട് പേര് ഉണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. പക്ഷേ ശശി തരൂർ എത്താത്ത രാജ്യങ്ങളിൽ ശശി തരൂരിനെ വീണ്ടും അയക്കുക. അപ്പൊ റഷ്യ, UK എന്ന രാജ്യങ്ങളിൽ ശശി തരൂർ പോയിട്ടില്ല. അതുകൊണ്ട് ശശി തരൂരിനെ അങ്ങോട്ട് അയക്കുക. ഇതുപോലെ ഇന്ത്യയുടെ നയം വ്യക്തമാക്കേണ്ട സ്ഥലങ്ങളിൽ, ശശി തരൂർ എത്താത്ത സ്ഥലങ്ങളിൽ മുഴുവൻ ശശി തരൂരിനെ അയക്കുമ്പോൾ ആ നേതാവ് എത്ര കണ്ട് ഇന്ത്യയെ മനസ്സിലാക്കി അല്ലെങ്കിൽ എത്ര കണ്ട് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു എന്നതിന് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഉത്തരമുണ്ട്. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയോളം ഒരു നേതാവ് വളരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ കടയോടെ രാഹുൽ ഗാന്ധിക്ക് അപ്പുറം ശശി തരൂർ ഓൾറെഡി വളർന്നതാണ്. അദ്ദേഹത്തെ ഇടിച്ചിരുത്തി താഴെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഹയർ പൊസിഷനിലിരിക്കുന്ന ഒരാൾ അയാളുടെ ഈഗോ കാരണം എന്നെ അതിൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് ഏൽപ്പിക്കാത്തത് എൻ്റെ കുഴപ്പമാണോ അയാളുടെ കുഴപ്പമാണോ എന്നൊരു ചോദ്യത്തിന് അത് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. തന്നോളം വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നേക്കാൾ വളരുന്നത് അനുവദിക്കാതെ ഇനി ഒരുപക്ഷെ നമ്മുടെ നല്ലൊരു ചൊല്ലുണ്ട്, സ്വന്തം കഴിക്കുന്നവരാണെങ്കിലും മേടിഞ്ഞു മേലെ വളർന്ന വെട്ടിക്കളയും. കൃത്യമായി അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഈ നമ്മുടെ നിലമ്പൂർ ഇലക്ഷന് തന്നെ ഇവിടെ ശശി തരൂരിനെ ഇൻവൈറ്റ് ചെയ്ത് ആനയിച്ച് കൊണ്ടുവരണമായിരുന്നു. കാരണം ഇത്രയും തിരക്കുള്ള ഒരു നേതാവ് ലോകത്തിന് മുന്നിൽ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയെ പറ്റി മറ്റു രാജ്യങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു നേതാവ് ഇവിടെ വന്ന് കോൺഗ്രസിനെ പറ്റി സംസാരിച്ചാൽ, ഈ കൊച്ചു കേരളത്തിൽ വന്ന് അതും ഏറ്റവും ഒരു ബൈ ഇലക്ഷനിൽ വന്ന് സംസാരിക്കേണ്ട ഒരാളെ അല്ല. ഇപ്പോ ബൈ ഇലക്ഷനിൽ BJPയെ പ്രതിനിധീകരിച്ച് മോദി വന്നാൽ എങ്ങനെയിരിക്കും? ആ ഒരു ഇമ്പാക്ട് അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരൻ വന്ന് അവിടെ പോയി സംസാരിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്ട് വേറെ തന്നെയാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന് വലിയ നേട്ടമാണ്. പക്ഷെ ഇവർ പറയുന്നത് എന്താ, വിളിച്ചിട്ടല്ല വരേണ്ടത്. ഒരു നേതാവ് അത്ര കണ്ട് തിരക്കായി അത്ര കണ്ട് വളർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിളിക്കേണ്ടി വരും. കേരള നേതൃത്വം ഒന്ന് ക്ഷണിക്കേണ്ടൊക്കെ വരും. സംഭവം കേരള MP ഒക്കെ തന്നെയാണ്. പക്ഷേ ക്ഷണിച്ചാൽ എന്താണ് ഇവർക്ക് പ്രശ്നം? ഇവരെന്തിനാണ് ഈ ചീപ്പ് ഈഗോ കൊണ്ട് നടക്കുന്നത്? ഇപ്പൊ അവിടെ വന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിച്ചാൽ
ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ എന്താണോ പറഞ്ഞത് അതിന്റെ ഒരു ചെറിയ ത്രെഡ് ഇവിടെ പറഞ്ഞു കൊടുത്താൽ അത് എല്ലാ മീഡിയാസും അത് കവർ ചെയ്യില്ലേ? നമ്മളെ ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ വേൾഡിൽ മൊത്തം തന്നെ ആ ശശി തരൂർ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടയുണ്ട്. അപ്പോൾ അത്രയൊക്കെ കണ്ട ഒരു നേതാവിനെ കിട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് തീർത്തും എന്താ പറയുക, കോൺഗ്രസിന് തന്നെ അത് ദോഷമായി ഭവിക്കുകയുള്ളൂ.